ആ പ്രതികാരം തീർക്കാനായി ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് എതിരായിട്ടാണ്. സാങ്കേതിക വിദ്യാഭ്യാസമുള്ള നല്ല സ്കില്ലുള്ള ഇന്ത്യയിലെ യുവാക്കൾക്ക് യൂറോപ്യൻ യൂണിയൻ്റെ ഈ 32 രാജ്യങ്ങളിലേക്ക് കുടിയേറാനും അവിടെ പഠിക്കാനും ലോകത്തിലെ ഏറ്റവും അധികം വ്യക്തിബന്ധമുള്ള രാഷ്ട്ര നേതാക്കന്മാരുമായിട്ട് വ്യക്തിബന്ധമുള്ള ഏക ലോക നേതാവ് നരേന്ദ്രമോദിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അഭിപ്രായ വ്യത്യാസത്തിൽ തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ട്രംപിന് കഷ്ടകാലം ഒന്നിനു പുറകെ ഒന്നായി വരുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യം അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്ന നോബൽ സമ്മാനം അത് നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത് അവസാനമായിട്ട് ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന പസഫിക് ഉച്ചകോടിയിൽ പങ്കെടുക്കാതെ ട്രംപ് മടങ്ങി. ബുസാനിൽ നടന്ന പസഫിക് ഉച്ചകോടിയിൽ 21 രാജ്യങ്ങൾ പങ്കെടുത്ത പസഫിക് ഉച്ചകോടിയിൽ താരമായിട്ട് മാറിയത് ഷീ ജിൻപിങ്ങാണ്. ഷീ ജിൻപിങ്ങിൻ്റെ വളർച്ച അല്ലെങ്കിൽ ചൈനയുടെ മുന്നേറ്റം ഏറ്റവും ദുർബലമാക്കുന്നത് അമേരിക്കയാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആകപ്പാടെ ട്രംപ് ദുഃഖിതനാണ്, നിരാശനാണ്, കോപിഷ്ഠനാണ്. അങ്ങനെ നിരാശനും ദുഃഖിതനും കോപിഷ്ഠനുമായ ട്രംപ് അതോടൊപ്പം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് ആ പ്രതികാരം തീർക്കാനായി ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് എതിരായിട്ടാണ്. ആദ്യം ട്രംപ് പ്രയോഗിച്ച ആദ്യത്തെ ആയുധം താരിഫ് യുദ്ധമായിരുന്നു. താരിഫ് യുദ്ധത്തിലൂടെ ഇന്ത്യയെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കാമെന്നും നരേന്ദ്രമോദിയെ നിരായുധനാക്കാമെന്നുമായിരുന്നു ട്രംപ് കണക്കൂട്ടിയത്. പക്ഷേ ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് പൊക്കോട്ട് ഒരു ചെറിയ പോറൽ പോലും ഏൽപ്പിക്കാൻ അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത് അവരുപയോഗിച്ചത് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവായ രാഹുലിനെ ഉപയോഗിച്ച് ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനായിരുന്നു. നേപ്പാളിലെ പോലെ, അതല്ലെങ്കിൽ ശ്രീലങ്കയിലെ പോലെ, ബംഗ്ലാദേശിലെ പോലെ ഇന്ത്യയിലൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനായിരുന്നു അമേരിക്ക ശ്രമിച്ചത്. അതിപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ താരിഫ് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് അമേരിക്ക ഏർപ്പെടുത്തി. ചൈനയ്ക്ക് പോലും ഇല്ലാത്ത താരിഫാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മുകളിൽ അമേരിക്ക ചുമത്തിയത്. അതേസമയം ഈ താരിഫ് യുദ്ധത്തിനെ നരേന്ദ്രമോദി എങ്ങനെ മറികടന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. മോദി തൻ്റെ സൗഹൃദങ്ങളും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ കരുത്തും വളരെ ഫലപ്രദമായി ഉപയോഗിച്ചാണ് ഈ താരിഫ് യുദ്ധത്തിനെ മറികടന്നത്. ലോകത്തിലെ ഏറ്റവും അധികം വ്യക്തിബന്ധമുള്ള രാഷ്ട്ര നേതാക്കന്മാരുമായിട്ട് വ്യക്തിബന്ധമുള്ള ഏക ലോക നേതാവ് നരേന്ദ്രമോദിയാണ്. ട്രംപ് ഭീഷണിപ്പെടുത്തിയും അതല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കിയും ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോൾ മോദി തികച്ചും വ്യത്യസ്തമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. നിറഞ്ഞ മനസ്സോടെ തുറന്ന സമീപനവുമായിട്ടാണ് നരേന്ദ്രമോദി ലോകരാജ്യങ്ങളെ ഒന്നിനു പുറകെ സമീപിക്കുന്നതും ലോക രാഷ്ട്രീയ നേതാക്കന്മാരുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തുന്നതും. അതിൻ്റെ അവസാനത്തെ ഉദാഹരണം 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് 2 വിശിഷ്ടാതിഥികളാണ്. അതിലൊന്ന് യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയറാണ് ഒരാൾ. അതുപോലെ തന്നെ യൂറോപ്യൻ കൗൺസിൽ അധ്യക്ഷ, യൂറോപ്യൻ കമ്മീഷനുണ്ട്, യൂറോപ്യൻ കൗൺസിലുണ്ട്. യൂറോപ്യൻ കൗൺസിൽ അധ്യക്ഷ ആന്റോണിയോ കോസ്റ്റോ ആണ് രണ്ടാമത് പങ്കെടുക്കുന്നത്. രണ്ടും സ്ത്രീകളാണ്. ഇവരെ രണ്ടുപേരെയുമാണ് നമ്മൾ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ 2 വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. അത് 2 വനിതകളാണെന്നുള്ളത് അതിന് ഒട്ടേറെ പ്രത്യേകതയും തരുന്ന ഒരു കാര്യമാണ്. ഇത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്, പക്ഷേ ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രംപും ഇന്ത്യയുടെ യുദ്ധം ചെയ്യുന്നത് പോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ട് താരിഫിൻ്റെ പേരിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങൾക്കും ട്രംപിൻ്റെ ഏകാധിപത്യ നിലപാടിൽ കടുത്ത വിയോജിപ്പുണ്ട്. ട്രംപും യൂറോപ്യൻ യൂണിയനുമായുള്ള വിയോജിപ്പാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് യോജിക്കുവാൻ യഥാർത്ഥത്തിൽ ഒരു അവസരം തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നു എന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സാമ്പത്തിക രംഗത്തുണ്ടാകും എന്നുള്ളതാണ് വസ്തുത. 32 രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിലുള്ളത്. ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, സ്പെയിന്, ഇറ്റലി, സ്വീഡന്, ബെൽജിയം, ഫിൻലാൻഡ്, ഇങ്ങനെ ഒരു 32 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ആണ് യൂറോപ്യൻ യൂണിയനിലുള്ളത്.
അതിൻ്റെ കരുത്ത് നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ സാമ്പത്തികമായ കരുത്ത്, ജനസംഖ്യയിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ അടുത്തങ്ങ് നിൽക്കുന്നില്ലെങ്കിൽ പോലും ഇത്രയും രാജ്യങ്ങൾ ഒന്നിച്ച് ഇന്ത്യയുമായി ഒരു സൗഹൃദ കരാറിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. അവസാനം യൂറോപ്യൻ യൂണിയനിലെത്തിയ രാജ്യം ക്രൊയേഷ്യയാണ്. ഇപ്പോഴും യൂറോപ്യൻ യൂണിയൻ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 2020 ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ട് പുറത്തു പോയി എങ്കിലും അത് ബ്രിട്ടനാണോ നഷ്ടം, യൂറോപ്യൻ യൂണിയനാണോ നഷ്ടം എന്നുള്ളതിനെക്കുറിച്ച് സാമ്പത്തിക രംഗത്ത് തർക്കമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇന്ത്യയും ബ്രിട്ടനുമായി പ്രത്യേക കരാറും ഉണ്ടാക്കി. അപ്പം പഴയ യൂറോപ്യൻ യൂണിയനിലുണ്ടായിരുന്ന ബ്രിട്ടൻ അടക്കം ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലുള്ള 32 രാജ്യങ്ങളുമായി അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളുമായിട്ട് ഇന്ത്യ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ മനസ്സിലാക്കുന്നത്, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ഉള്ളത്, 2005 ഡിസംബർ മാസത്തിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കും, ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കും എന്നുള്ളതാണ്. അങ്ങനെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു 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 എഗ്രിമെൻ്റ്, ഒരു കരാറുണ്ടാക്കിയാൽ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാങ്കേതിക വിദ്യാഭ്യാസമുള്ള നല്ല സ്കില്ലുള്ള ഇന്ത്യയിലെ യുവാക്കൾക്ക് യൂറോപ്യൻ യൂണിയൻ്റെ ഈ 32 രാജ്യങ്ങളിലേക്ക് കുടിയേറാനും അവിടെ പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെയുള്ള വലിയൊരു കനകാവസരമാണ് കൈവരുന്നത്. അത് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളികൾക്കാണ്. എവിടെയും പോയി കഠിനാധ്വാനം ചെയ്യാൻ മനസ്ഥിതിയുള്ള അഭ്യസ്തവിദ്യരായ മലയാളി യുവതി യുവാക്കന്മാർക്ക് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പുവെക്കുന്ന ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് വലിയൊരു അവസരമാണ് നൽകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വലിയൊരു മാറ്റം വരുന്നത് പ്രതിരോധ രംഗത്താണ്. നമ്മുടെ പ്രതിരോധ ഉപകരണങ്ങൾ വളരെയധികം ഡിമാൻഡ് യൂറോപ്യൻ യൂണിയൻ്റെ രാജ്യങ്ങളിലുണ്ട്. അതൊക്കെ മറ്റ് പല രാജ്യങ്ങളും ചില പ്രാദേശികമായ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉള്ളപ്പോൾ അവർ അത്യാവശ്യം ആയുധം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. വലിയ വില കൊടുത്ത് അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ ഉള്ളവർ പ്രിഫർ ചെയ്യുന്നത് താരതമ്യേന വില കുറഞ്ഞ എന്നാൽ ഉപയോഗത്തിൽ വളരെയധികം പ്രഹരശേഷിയുള്ള ഇന്ത്യൻ ആയുധങ്ങളാണ്. പ്രതിരോധ രംഗത്ത് വലിയ മാറ്റം ഈ അഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ നിക്ഷേപം, 32 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്നത് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് കൂടുതൽ കരുത്ത് പകരും എന്ന കാര്യത്തിന് സംശയമൊന്നുമില്ല. അങ്ങനെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ 2025 ഡിസംബറിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഒപ്പുവയ്ക്കുന്നതോടുകൂടി അമേരിക്ക നമ്മുടെ മുകളിൽ ഏൽപ്പിച്ച, ഇന്ത്യക്ക് മുകളിൽ ഏൽപ്പിച്ച താരിഫിൻ്റെ പ്രധാന പ്രതിസന്ധികളെയൊക്കെ ഒരു വലിയ പരിധിവരെ നമുക്ക് മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം. കാര്യമായ നമ്മുടെ സമ്പദ്ഘടനയെ കാര്യമായ ഒരു മുറിവേൽപ്പിക്കാനൊന്നും ഈ താരിഫ് കൊണ്ട് കാര്യമായിട്ട് പറഞ്ഞില്ല. വളരെ ചെറിയ, തീർച്ചയായിട്ടും ഇന്ത്യക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്, അതല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും ഇന്ത്യ തകർന്നു പോകും എന്ന ട്രംപിൻ്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി എന്നുള്ളതാണ് സ്ഥിതി. പക്ഷെ ട്രംപ് മോദിയുമായി ഒട്ടക്കിയതിന് ശേഷം നടന്ന ഈ സ്ഥിതി ഒന്ന് മനസ്സിലാക്കണം. അവസാനം അമേരിക്കയിൽ നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി വലിയ മുന്നേറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പം ന്യൂയോർക്കിൽ തന്നെ ന്യൂയോർക്ക് മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സുഹ്റാൻ മംദാനിയാണ്. ഇന്ത്യൻ വംശജനാണ്, ഇന്ത്യക്കാരിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ, മീര നായരാണ് അദ്ദേഹത്തിൻ്റെ അമ്മ. അപ്പോൾ സുഹ്റാൻ മംദാനി ന്യൂയോർക്ക് ഗവർണറായിട്ട് വരുന്നു. ഇദ്ദേഹത്തിന് മംദാനിക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം മുസ്ലിമാണ്. അത് ട്രംപിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അദ്ദേഹത്തിനെ കൂടുതൽ പ്രകോപിതനാക്കുന്നത് ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരാളാണ് മംദാനി. ഇത് രണ്ടുമായതോടുകൂടി ട്രംപിൻ്റെ ഏതാണ്ട് സമനില തെറ്റിയ ഒരു സ്ഥിതിയിലായി. വെർജീനിയയിൽ അവിടുത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഗസാല ഹാഷ്മിയാണ്. അവരും ഇന്ത്യൻ വംശജയാണ്. അപ്പോൾ ഇന്ത്യൻ വംശജയായ ഗസാല ഹാഷ്മിയും അതുപോലെ തന്നെ സുഹ്റാൻ മംദാനിയും ഒക്കെ അമേരിക്കയിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ കരുത്ത് തെളിയിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ലഭിച്ച ഒരു അംഗീകാരം കൂടിയാണ്. അവർ പ്രവാസ ഇന്ത്യക്കാരാണെങ്കിൽ പോലും അവരുടെ ജന്മനാട് ഇന്ത്യയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ അവസരം നൽകുന്ന ഒന്നാണ്. ഇവിടെ മോദിയുടെ സൗഹൃദം ഇല്ലാതാക്കിയതോടുകൂടി ട്രംപിന് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യക്കാരൻ്റെ വെറുപ്പ് കൂടുതൽ സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ട്രംപിനെ, ഇന്ത്യക്കാർക്ക് വലിയ ഒരുപാട് വോട്ടവകാശമുള്ള ഇന്ത്യൻ പ്രവാസ ഇന്ത്യക്കാർക്ക് വലിയ സ്വാധീനമുള്ള അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും അത് ട്രംപിനെ കൂടുതൽ ദുർബലനാക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ ട്രംപ് ആകെ അനുദിനം ദുർബലനായിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൻ്റെ ദൗർബല്യം മറികടക്കാൻ ട്രംപ് പ്രതികാരദാഹിയായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദേഷ്യം മുഴുവൻ, പ്രതികാരം മുഴുവൻ ഇന്ത്യയോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ
നരേന്ദ്രമോദിയോടുമാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നോബൽ സമ്മാനം അദ്ദേഹത്തിന് കിട്ടാതെ പോയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാട് കൊണ്ടാണ് എന്ന് ട്രംപ് കരുതുന്നു. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്താൻ ട്രംപാണ് മധ്യസ്ഥ വഹിച്ചതെന്നും അങ്ങനെ ഈ ഏഷ്യയിലെ വലിയൊരു ലോകമഹായുദ്ധത്തിന് വക്കിലെത്താൻ കഴിയുന്ന ഒരു യുദ്ധം ഒഴിവാക്കാൻ ട്രംപിന് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നോബൽ സമ്മാനം ലഭിക്കും അദ്ദേഹത്തിനെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അദ്ദേഹം കണക്കൂട്ടിയത് പാകിസ്ഥാൻ പറയുന്നത് പോലെ അമേരിക്കയുടെ വാലോ ചൂരോ ആയിട്ട് മാറുന്ന ഒരു രാജ്യമല്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെളിയിച്ചു. അപ്പോൾ നോബൽ സമ്മാനത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നോമിനേറ്റ് ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാകുകയും എന്നാൽ മധ്യസ്ഥം വഹിച്ചു എന്ന ട്രംപിൻ്റെ നിലപാടിനോട് പരസ്യമായി വിയോജിക്കുകയും ചെയ്തതോടുകൂടി അദ്ദേഹത്തിന് മോദിയോട് കടുത്ത വെറുപ്പായി. മറ്റൊരു കാര്യമുള്ളത്, കിനാര ഹിൽസിൽ ഇന്ത്യ നടത്തിയ അക്രമമാണ്, വ്യോമാക്രമണമാണ്. അമേരിക്കയുടെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രതിരോധ ശേഷിയുള്ള, പ്രഹരശേഷിയുള്ള ശക്തമായ ആയുധം ഇന്ത്യയുടെ ആയുധപ്പുരയിലുണ്ട് എന്ന് ഒരിക്കലും ട്രംപ് കരുതിയില്ല. CIA-ക്ക് അത് കണ്ടെത്താനും കഴിഞ്ഞില്ല, അമേരിക്കൻ ചാരസംഘടനകൾക്ക് അത് കണ്ടെത്താനും കഴിഞ്ഞില്ല. ബങ്കർ ബസ്റ്റർ മിസൈലായിട്ട് മാറാൻ കഴിയുന്ന നമ്മുടെ സുദർശന ചക്ര ബങ്കറിനെ തകർത്തുകൊണ്ട് കിനാര ഹിൽസിലെ പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രം തകർത്തോടുകൂടി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് അത് വലിയ തിരിച്ചടിയായി. കാരണം അവിടെ കൊല്ലപ്പെട്ടത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനികളല്ല, മറിച്ച് അമേരിക്കക്കാരാണ്. അമേരിക്കക്കാരെ രഹസ്യമായി അവിടെ പാർത്ത് പാകിസ്ഥാൻ്റെ ആണവ ആയുധ പദ്ധതിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. പക്ഷേ അത് പരസ്യമായി വെളിപ്പെടുത്താൻ അവിടെ തയ്യാറാകാതിരുന്നതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഇന്ത്യയുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസത്തിന് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ 2 കാര്യങ്ങളൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രംപ് ആകെപ്പാടെ വളരെയധികം അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിയ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ മോദിയെ മറിച്ചിടണമെങ്കിൽ അത്യാവശ്യം വേണ്ടത് ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നേപ്പാളിലുണ്ടായതുപോലെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ ശ്രീലങ്കയിലോ ഒക്കെ ഉണ്ടായതുപോലെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഏറ്റവും സജീവമായി ശ്രമിക്കുന്നുണ്ട്. അതിന് അവരുടെ കയ്യിലെ ആയുധമായിട്ട് മാറിയത് രാഹുൽ ഗാന്ധിയാണ് എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യം ഇന്ത്യൻ ജനാധിപത്യ സംവിധാനം വളരെയധികം കുഴപ്പം പിടിച്ചതാണ്. ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യൻ ജനതയുടെ പിന്തുണയോടല്ല തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചില തിരിമറികൾ നടത്തിയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്, BJP അധികാരത്തിൽ വന്നത് എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി ആദ്യം നടത്തിയത്. ഇന്ത്യൻ സുപ്രീം കോടതി ഇത് പരിശോധിച്ചു. അമേരിക്കയിലെ വിവിധ പത്രപ്രവർത്തകർക്ക് അത് നേരിട്ട് പരിശോധിക്കാനുള്ള അവസരം കിട്ടി. ഒരു പത്രസമ്മേളനം വിളിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തെക്കുറിച്ച് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായി. രാഷ്ട്രീയ നേതാക്കന്മാരെ അതിന് ക്ഷണിച്ചു. പലരും പോയില്ല. അവർക്ക് സത്യാവസ്ഥ അറിയാവുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പോകാതിരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വിവരമില്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും ശരി, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കുറ്റമറ്റതാണ് എന്ന് ഇന്ത്യൻ സുപ്രീം കോടതി ശരിവെച്ചതോടുകൂടി ആ കാര്യം വിട്ടു. ഇപ്പോൾ അദ്ദേഹം പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്നത് വോട്ട് ചോരി യാത്രയുമായിട്ടാണ്. ഈ വോട്ട് ചോരി യാത്രയിൽ അദ്ദേഹം കണ്ടെത്തിയ വസ്തുതകളൊക്കെ വാസ്തവ വിരുദ്ധമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ, മാതൃഭൂമി, മനോരമ പോലെ 4ാം തരം മാധ്യമങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. BJP എതിർത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസും അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്നലെ കേരളത്തിൽ നിന്നുള്ള 24 ന്യൂസ് വരെ പോയി അവിടെ കാര്യങ്ങൾ തിരക്കി. രാഹുൽ അവകാശപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ രാഹുൽ പ്രചരിപ്പിക്കുന്നത് പോലെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ കാര്യമായ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ നടത്തുന്ന ശ്രമങ്ങൾ അത് അപകടകരമാണെന്നും ഇന്ത്യൻ ജനാധിപത്യത്തെ അപമാനിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്നും ഇന്നും വളരെ വ്യക്തമായിരിക്കുകയാണ്. എന്തായാലും ശരി, അവസാനം രാഹുൽ ഗാന്ധി ചെയ്തത് ഇന്ത്യൻ സൈന്യത്തെ ജാതി പറഞ്ഞ് വിഭജിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യൻ സൈന്യത്തെ ജാതി പറഞ്ഞ് വിഭജിക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യദ്രോഹിയെ തിരിച്ചറിയാൻ നമ്മുടെ ജനതയ്ക്ക് കഴിയണം. എങ്കിൽ മാത്രമേ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് നമ്മുടെ മുകളിൽ നടത്തുന്ന നിശബ്ദ യുദ്ധത്തിനെ നമുക്ക് കാര്യമായി പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.